നമുക്ക് ഇന്നൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രീം കേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചെറിയ മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഒരു 3 സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വാനില സ്പോഞ്ചാണ്. പിന്നെ ഇത് വന്നിട്ട് ഷുഗർ സിറപ്പിലേക്ക് നമ്മുടെ അടിച്ചു വെച്ച് അതൊന്നൊരു 2 സ്പൂൺ ചേർത്തതിന് ശേഷം ഒരല്പം 2 സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ കേക്കിന് സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ഷുഗർ സിറപ്പ് കേട്ടോ. അപ്പം ഇത് നമ്മൾ കേക്കിൽ മുഴുവനായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടവും എത്തുന്ന രീതിക്ക് ഒഴിച്ചതിന് ശേഷം ബാക്കി ഷുഗർ സിറപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് പിന്നീട് അത് ആവശ്യമുള്ളതാണ്. പിന്നെ സെക്കൻഡ് ലെയറാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഡ്രാഗൺ ഫ്രൂട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അങ്ങ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് നമുക്കൊന്ന് എല്ലായിടം കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെക്കൻഡ് ലെയർ. ഇനി വന്നിട്ട് തേർഡ് ലെയറാണ്. മൂന്നാമത്തെ ലെയറിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം അടിച്ച് വെച്ച് കൂട്ടുന്ന ഒരു 2-3 സ്പൂൺ ചേർത്തതിന് ശേഷം എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ലെയർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇതും കൂടെ ചേർത്തതിന് ശേഷം എല്ലായിടത്തും നമുക്ക് എത്തിച്ച് നല്ല രീതിക്ക് നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നാലാമത്തെ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് നമ്മുടെ വൈറ്റ് കോമ്പൗണ്ടിൽ ഒരു 2 സ്പൂൺ വിപ്പിംഗ് ക്രീമും ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാണ് നമ്മുടെ നാലാമത്തെ ലെയറായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഓരോ സ്റ്റെപ്പും ചെയ്യുന്ന സമയത്ത് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഇത് ചെയ്തിട്ട് നമുക്കൊരു 3/4 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ചോക്ലേറ്റൊക്കെ ഒന്ന് കട്ടിയായി വരട്ടെ. ആ സമയത്ത് നമുക്ക് ജെലാറ്റിനൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു 1.5 സ്പൂൺ ഞാൻ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 സ്പൂൺ വെള്ളവും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി കുറച്ച് വെള്ളം, ഇത് നല്ല ചൂടായിട്ടുണ്ടായിരുന്ന വെള്ളമാണ്. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ജെലാറ്റിൻ്റെ ആ ഒരു ഇത് നമുക്ക് വെള്ളത്തിൽ ഇറക്കി വെച്ച് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കാം. ഇനി ഇത് അലിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ടുണ്ടല്ലോ, അതൊന്ന് 1 സ്പൂണും പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പും അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതാണ് നമ്മൾ ഫൈനൽ ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഒരു ഗ്ലാസിങ് ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് നല്ലതുപോലെ ഒരു 3/4 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം എല്ലായിടവും എത്തുന്ന രീതിക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും ഇതൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ആ ഒരു നല്ല ടേസ്റ്റാണ് ഈ ഡ്രീം കേക്കിന്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം കഴിക്കാത്ത കൂട്ടുകാരെല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.